വാസിഷ്ഠസുധ യോഗ വാസിഷ്ഠസാരം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. നിർവാണ പ്രകരണം, ശാസ്ത്രഗ്രഹണ ഫല നിർദ്ദേശം, 16-ാം സർഗം. വസിഷ്ഠൻ പറഞ്ഞു, രാമ, ബ്രഹ്മാവിൻ്റെ സൃഷ്ടിരൂപത്തിലുള്ള മറയായ ഈ കൺമഷിയെ തുടച്ചു കളഞ്ഞിട്ട് സത്യം ലക്ഷ്യമാക്കി വാദിയായോ വാഗ്മിയായോ കവിയായോ ജീവിക്കുന്നവൻ കീർത്തിമാനായി ഭവിക്കുന്നു. വിഷ്ണു, ശിവൻ തുടങ്ങിയ സത്യനിഷ്ഠന്മാർ വെളിപ്പെടുത്തിയ ഈ ജ്ഞാനാമൃത സമുദ്രത്തെ നിന്ദിച്ചു തള്ളിയിട്ട് ആരൊക്കെയാണോ ഇച്ഛ നിറവേറ്റാനായി സ്വച്ഛന്ത ചരണം നടത്തുന്നത്, അവർ കുളിക്കാനായി സമുദ്രക്കരയിലെത്തിയിട്ട് സമുദ്രത്തെ നിന്ദിച്ച് തിരക്കൈകളിൽ പിടിച്ചു വലിച്ചു ദൂരെ എറിയാൻ ശ്രമിക്കുന്നവരാണ്. ദ്വിജരാജനായ ചന്ദ്രൻ ദിവസേന സമുദ്രത്തിൽ മുങ്ങിക്കുളിച്ചിട്ടും സമുദ്രം ഇന്നുവരെ അദ്ദേഹത്തിൻ്റെ കളങ്കത്തെ ശുദ്ധീകരിച്ചിട്ടില്ല. നേരെ മറിച്ച് ഹരിഹരാര്യ കൃപാമൃത സമുദ്രമായ ജ്ഞാനകലശാബ്ദി ഒന്ന് സ്പർശിച്ചാൽ മതി രാമ, നിന്റെ എത്ര വലിയ കളങ്കം പോലും അതുടൻ കഴുകിക്കളയും. മുമുക്ഷുക്കളുടെയൊക്കെയും കളങ്കം അത് കഴുകിക്കളയും. ഹരിഹരാര്യ ഗുരു, അങ്ങയുടെ വാക്കാകുന്ന അമൃത സമുദ്രത്തെ ഞങ്ങൾ അത്യന്തം ശ്രേഷ്ഠമായി അംഗീകരിക്കുന്നു. ആനന്ദ തളിരുകൾ വിടർത്തി നിൽക്കുന്ന നന്ദനവനത്തിലെ കൽപ്പകവൃക്ഷത്തിൽ നിന്നും ഒഴുകി തുളുമ്പി നിൽക്കുന്ന ഒരു കുറവുമില്ലാത്ത തേൻ സമുദ്രമാണത്. വാൽമീകി പറഞ്ഞു. വസിഷ്ഠൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പകൽ അസ്തമിച്ചു. 18 ദിവസം നീണ്ടുനിന്ന ഉപദേശം അവസാനിച്ചു. മുനിമാരാൽ വന്ദിതനായി വസിഷ്ഠൻ സന്ധ്യാസ്നാനത്തിനായി അവിടെ നിന്നും പോയി. സന്ധ്യ കഴിഞ്ഞതോടെ സൂര്യകിരണങ്ങളോടൊപ്പം സദസ്യരും പിരിഞ്ഞുപോയി. രാമൻ ഇങ്ങനെ 18 ദിവസം വസിഷ്ഠമുനിയോടൊപ്പം ദിവ്യമായ ജ്ഞാന ചർച്ച നടത്തി. സംസാരജന്യമായ മോഹമെല്ലാം ഓടി ഒളിച്ചു. കാറ്റുതട്ടി അലകളില്ലാത്ത സമുദ്രം പോലെ ബോധാനുഭവ പൂർണ്ണതയിൽ രാമൻ നിശ്ചലനായി നിലകൊണ്ടു. അപ്പോഴേക്കും ആനന്ദപുളകിതരായ ദേവന്മാർ ആകാശം നിറഞ്ഞു ചൊരിയുന്ന മുത്തുമണികൾ പോലെ കൽപ്പവൃക്ഷ പുതുമലർ നിരകൊണ്ട് പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു. സ്വയം സാക്ഷാത് വിഷ്ണു ഭഗവാൻ രാമനായി അവതരിച്ച് സംസാര ക്ലേശങ്ങളിൽ ഖിന്നനായി ഭവിച്ചപ്പോൾ യോഗജ്ഞാനോപദേശം കൊണ്ട് പ്രബുദ്ധനാക്കപ്പെട്ടു. പ്രബുദ്ധനായ രാമൻ സന്ധ്യാവന്ദനം കഴിഞ്ഞെത്തിയ മുനിയെ വാഴ്ത്തി സ്തുതിച്ചു. പിതൃഭ്രാതൃ സമേതനായി വീണു വണങ്ങി. എന്നിട്ടിങ്ങനെ പറഞ്ഞു, ഭഗവൻ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എൻ്റെ മനസ്സിൻ്റെ സംശയമെല്ലാം തീർന്നു. ശോകം മാറി ശീതളവും ശാന്തവും സമവുമായി ഭവിച്ചു. അങ്ങ് സൂര്യനെ പോലെ എൻ്റെ മോഹാന്ധകാരം മുഴുവൻ ഒഴിച്ചു മാറ്റിയിരിക്കുന്നു. സകല ആർത്തിയും ഹരിച്ച സർവജ്ഞനും സർവാശ്രയനുമായ ഗുരുവാണങ്ങ്. ഉടൻ തന്നെ മുനി രാമവസിഷ്ഠ സംഭാഷണം കേൾക്കാനായി ആകാശത്ത് വന്നു നിറഞ്ഞു നിന്നിരുന്ന ദേവന്മാരെ സഭാമധ്യത്തിലേക്ക് വിളിച്ചു വരുത്തി രാമന് കാണിച്ചു കൊടുത്തു. യക്ഷന്മാർ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ, ഋഷിമാർ, വിദ്യാധരന്മാർ, മഹാനാഗന്മാർ ഇവരൊക്കെ ഉൾപ്പെട്ടതായിരുന്നു ആ സമൂഹം. രാമൻ അവരെയൊക്കെ തലകുനിച്ചു വണങ്ങി. ആനന്ദം നിറഞ്ഞു തിങ്ങിയ അവർ ഇങ്ങനെ പറഞ്ഞു, പരമസത്യത്തിൽ എത്തിക്കുന്ന ജ്ഞാനാമൃതം ഞങ്ങളും വേണ്ടുവോളം നുകർന്നു. ത്രൈലോക്യമോഹം ഹരിക്കുന്ന നിങ്ങളെ രണ്ടുപേരെയും ഞങ്ങൾ വണങ്ങുന്നു. അങ്ങയുടെ ഗുരുവായ വസിഷ്ഠൻ്റെയും അങ്ങയുടെയും സംവാദം മനുഷ്യ മനസ്സിനെ നേരിട്ട് സത്യത്തിൽ കൊണ്ടെത്തിക്കുന്ന ജ്ഞാനമാണ്. സിദ്ധന്മാർ അവിടെ അങ്ങനെ സ്തുതിഗീതം മുഴക്കിയിട്ട് ജീവാനുകമ്പ നിമിത്തം ആ ജ്ഞാനസാരത്തെ കാശ്മീര മണ്ഡലത്തിലെത്തിച്ചു. രാമൻ ജ്ഞാനസാരം ഗ്രഹിച്ച് ദുഃഖം വെടിഞ്ഞു. എല്ലാ കർമ്മങ്ങളും ജനകനെപ്പോലെ നിർമ്മലനും നിഷ്കാമനുമായി നിർവഹിച്ചു. വെള്ളത്തിൽ കിടക്കുന്ന താമര നനഞ്ഞു കുതിർന്നു പോകാത്തതുപോലെ രാജഭോഗങ്ങൾ രാമ മനസ്സിനെ അല്പം പോലും സംഘബദ്ധമാക്കിയില്ല. സത്സംഗമുള്ളവരും സത്സംഗപരന്മാരും വിരക്തരുമായ ധർമാത്മാക്കൾക്കു മാത്രമേ ഈ ജ്ഞാനം ഉപദേശിക്കാനാവൂ. എല്ലാം എല്ലാവരുടെയും നന്മയ്ക്കായിരിക്കണമെന്ന ബുദ്ധിയുള്ളവർക്ക് സർവഥാ മഹാഫലമായ ഈ വിദ്യാദാനം നൽകാവുന്നതാണ്. ദുരാഗ്രഹികളും ദുർജനങ്ങളും പ്രമാദികളും നിന്ദകന്മാരുമായവർക്ക് രഹസ്യമായ ഈ ശാസ്ത്രം പ്രകാശിപ്പിച്ചിട്ട് പ്രയോജനമില്ല. നേരത്തെ ശിവനെയും വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും സൂര്യനെയും ഒന്നും ആരാധിച്ചിട്ടില്ലാത്തവർക്കും ഈ ശാസ്ത്രം ഫലിക്കുകയില്ല. മഹേശ്വരനും ദേവിക്കും വിഷ്ണുവിനും നാരദാദി മുനിമാർക്കും ഉപദേശിച്ചിട്ടുള്ളതാണ് ഈ ജ്ഞാനശാസ്ത്രം. മോക്ഷോപായം എന്ന് പേരുകൂടി മഹാരാമായണം എന്ന
പാലാഴിയിൽ നിന്നും കടഞ്ഞെടുത്തതാണ് ഈ അമൃതം. ഇത് സാമാന്യമായി വിചാരം ചെയ്താൽ തന്നെ ദുഷ്കൃതമൊടുങ്ങും. വേണ്ടവണ്ണം വിചാരം ചെയ്താൽ ആരാണ് പരമപദത്തിലെത്താത്തത്? ഒരു പ്രാവശ്യം ഇത് വായിക്കുമെങ്കിൽ പാപമെല്ലാം പോയി ബോധോദയമുണ്ടാകും. പ്രബുദ്ധനല്ലെങ്കിൽ പോലും ഇത് ഭക്തിപൂർവം വായിക്കുമെങ്കിൽ ചിത്തശുദ്ധി വരും. സംശയമേയില്ല. മൂഢന്മാരായാലും മുമുക്ഷുക്കളായാലും മനസ്സടങ്ങിയവരായാലും അല്ലെങ്കിലും ദുർലഭമായ ബ്രഹ്മദർശനം നേടിത്തരുന്ന ഈ സത്യശാസ്ത്രം വിചാരം ചെയ്യപ്പെടേണ്ടതാണ്. ബുദ്ധി അല്പം സംസ്കാര സമ്പന്നമായവർക്ക് അജ്ഞാനത്തെ ഒഴിച്ചുമാറ്റാൻ ഇതുപോലെ ഉപകരിക്കുന്ന മറ്റൊരു ശാസ്ത്രം ഇല്ല തന്നെ. ഇത് ലൗകിക സുഖവും മോക്ഷവും പോലെ പ്രദാനം ചെയ്യും. മോക്ഷവും ഒരുപോലെ പ്രദാനം ചെയ്യും. യോഗിമാർക്ക് അത്യന്തം പ്രിയപ്പെട്ടതാണ് ഈ ശാസ്ത്രം. ബോധസ്വരൂപം ഉള്ളംകൈയിലിരിക്കുന്നു. എങ്കിലും പൂർവ്വപുണ്യം കൊണ്ടേ അത് ലഭിക്കൂ. സർവശാസ്ത്രവേദ പണ്ഡിതനായ ഗുരുവാണ് വസിഷ്ഠൻ. ഇത് മോക്ഷോപായ സാരമാണെന്ന് സർവത്ര പ്രകീർത്തിക്കപ്പെടുന്നു. ഇഷ്ടവസ്തു നഷ്ടപ്പെടുമെന്ന് കരുതി സദാ ദുഃഖാർത്തനായി കഴിയുന്ന മനുഷ്യന് സന്താപമകറ്റാൻ ശാസ്ത്രപഠനമല്ലാതെ മറ്റെന്താണ് വഴി? ഈ പൂർണ്ണശാസ്ത്രം ചിദംബരത്തിൽ നിന്ന് തന്നെ ഉദയം ചെയ്തതാണ്. നല്ല ഉറപ്പുള്ള ആനന്ദനിധിയാണിത്. കാവ്യരസശോഭയോടുകൂടിയ ശുദ്ധമായ അമൃതാണിത്. അന്ധകാരത്തെ അകറ്റുന്ന ശുദ്ധപ്രകാശമാണിത്. 344 സ്നാതം തേന സമസ്തതീർത്ഥസലിലൈ സർവാപി ദത്താവനിര്യജ്ഞാനാം ച കൃതം സഹസ്രമഖിലാ ദേവാശ്ച സംപൂജിതാഃ സംസാരാച്ഛ സമുദ്ധൃതാഃ സ്വപിതരസ്ത്രൈലോക്യപൂജ്യോപ്യസൗ യസ്യ ബ്രഹ്മവിചാരേണ ക്ഷണമപി സ്ഥൈര്യം മനഃ പ്രാപ്നുയാത്. ബ്രഹ്മവിചാരത്തിൽ ക്ഷണനേരമെങ്കിലും മനസ്സു പറ്റി നിൽക്കാൻ ഇടയാകുന്ന വ്യക്തിയുടെ മഹത്വം എന്താണ്? ആ മഹാത്മാവ് എല്ലാ തീർത്ഥങ്ങളിലും സ്നാനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഭൂമി മുഴുവൻ ദാനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. 1000 യജ്ഞങ്ങൾ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ദേവന്മാരെയും വേണ്ട പോലെ പൂജിച്ചു കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ പിതൃക്കളെ മുഴുവൻ സംസാരത്തിൽ നിന്നും ഉദ്ധരിച്ചു കഴിഞ്ഞിരിക്കുന്നു. 3 ലോകത്തും അയാൾ പൂജ്യനായി ഭവിച്ചിരിക്കുന്നു. ഇത് ശ്രീ വാൽമീകിയെ മോക്ഷോപായേ നിർവാണപ്രകരണേ ശാസ്ത്രാർത്ഥഗ്രഹണഫല നിർദ്ദേശോ നാമ 16 സർഗഃ. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.